ഞങ്ങളിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ പ്രൊജക്റ്റ് റീഡിസൈൻ ചെയ്തതാണ്. അതിന് ഞങ്ങൾ റെഫർ ചെയ്തത് ഹെയിൽ മൈൻഡ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇത് മെഡിക്കൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമാണ്. നമ്മളിത് ആദ്യം റെഫർ ചെയ്തപ്പോൾ ഇതൊട്ടും റെസ്പോൺസീവ് അല്ലായിരുന്നു, യൂസർ ഫ്രണ്ട്ലി അല്ലായിരുന്നു, എല്ലാം ക്ലസ്റ്റേർഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളിത് റീഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. സോ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ കൊടുക്കുമ്പോൾ നമുക്ക് ഡെമോയിലേക്ക് പോകും. റിക്വസ്റ്റ് ഫോർ ഡെമോ. പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യണം ആസ് എ പേഷ്യൻ്റ്. അപ്പോൾ ഞാൻ പേഷ്യൻ്റായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ഡാഷ്ബോർഡാണിത്. പേഷ്യൻറ്റിൻ്റെ ഡാഷ്ബോർഡ്. അവിടെ അപ്കമിങ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം കാണാം. പിന്നെ നമുക്ക് മെഡിസിൻ ഓർഡർ ചെയ്യണമെങ്കിൽ വി ഹാവ് ഓപ്ഷൻ. ഇവിടെ ക്വാണ്ടിറ്റി, നമ്പർ, കാർഡ് നെയിം, പേയ്മെൻറ്റ് മെത്തേഡ്, എമൗണ്ട് എല്ലാം കൊടുക്കുക. സോ അപ്പം നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും. അതിനടുത്ത് എന്തെങ്കിലും നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പേജിൽ വിസിബിളാണ്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ പോർട്ടലുണ്ട്. അതിൻ്റെ ഡാഷ്ബോർഡാണ് ഇങ്ങനെ. സോ നമുക്ക് ഡോക്ടേഴ്സിനെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ആണ് വരിക ഓപ്ഷൻ. അവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ്, അപ്പോയിൻമെൻറ്റ് ടൈം, കൺസൾട്ടേഷൻ ടൈപ്പ്, സിംറ്റംസ് ഒക്കെ കൊടുക്കാം. കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV, ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ബുക്കിംഗ് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പം അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾഡായി. ദെൻ വി ഹാവ് എ സൂപ്പർ അഡ്മിൻ പോർട്ടൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ അഡ്മിൻ പോർട്ടൽ. അതിനൊരു ലോഗിനും പാസ്വേഡും ഉണ്ട്. ഇതാണ് സൂപ്പർ അഡ്മിൻ ഡാഷ്ബോർഡ്. അവിടെ നമുക്ക് റേറ്റിംഗ്സ് കാണാം, ഫീഡ്ബാക്സ് കാണാം. നമ്മൾ റീഡിസൈൻ ചെയ്ത വെബ്സൈറ്റ് ഇതുവഴി നമുക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കാൻ പറ്റി. ആൾക്കാർക്ക് കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിച്ചു. താങ്ക് യു.